ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സിന്റെ ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പേജ് ഇതാണ്. നമ്മുടെ ആക്ടിവിറ്റി നമുക്ക് 5 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ രണ്ടാമത്തെയും അഞ്ചാമത്തെയും ആക്ടിവിറ്റീസിന് A, B എന്നുള്ള 2 സെക്ഷൻ ഉണ്ടാവും. ഇതുപോലെ എക്സാമിന് ഉണ്ടാവും A ക്വസ്റ്റ്യൻ B ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 2 പാർട്ട് ഉണ്ടാവും, A or B. ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമ്മൾ 2 പ്രവർത്തനങ്ങൾ 2 ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ടോട്ടൽ 2 hours 15 minutes ആണ് സമയം. ആദ്യത്തെ 15 മിനിറ്റ് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് ഡ്രോ ആൻഡ് ഫൈൻഡ്. Meera and her friends came to watch the competitions. Many competitions are available for children. First item is drawing pictures and they reached there. See what was written there. Come on, let's draw a picture. അതായത് മീരയും കൂട്ടുകാരും കോമ്പറ്റീഷൻ കാണാൻ പോയി. അവിടെ പലതരത്തിലുള്ള ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഏതാണ് ഫസ്റ്റ് ഐറ്റം? ചിത്രം വരയായിരുന്നു അല്ലെ? ചിത്രം വരയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അത് കാണാൻ പോയിരിക്കുകയാണ്. അപ്പൊ എന്താണ് അവിടെ, എങ്ങനെയാണ് ചിത്രം വരയ്ക്കാൻ പറയുന്നത്? എ ഭാഗം നോക്കൂ. ഡ്രോ എ പിക്ചർ യൂസിങ് സർക്കിൾ ആൻഡ് റെക്ടാങ്കിൾ. സർക്കിളും റെക്ടാങ്കിളും മാത്രം ഉപയോഗിച്ചിട്ടാണ് ചിത്രം വരയ്ക്കേണ്ടത് കേട്ടോ. അതാണ് വരയ്ക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് വരയ്ക്കാൻ പറയുന്നത്. എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ there in the picture you have drawn. നിങ്ങൾ വരച്ച ചിത്രത്തിൽ, അതായത് നിങ്ങൾ ഏ ചോദ്യത്തിന് ഇവിടെ ഉത്തരം വരയ്ക്കുമല്ലോ സർക്കിൾസും റെക്ടാങ്കിൾസും ഉപയോഗിച്ചിട്ട്, നിങ്ങൾ വരച്ച ഈ ചിത്രത്തിൽ എത്ര റെക്ടാങ്കിൾ ഉണ്ടെന്നുള്ള എണ്ണി നോക്കിയിട്ട് വേണം ഇവിടെ എഴുതാൻ. അടുത്തത് സി, put a cross mark against a statement which is not a characteristic of a rectangle. അതായത് റെക്ടാങ്കിളിന്റെ പ്രത്യേകത അല്ലാത്തത് ഏതാണ് അത് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ റെക്ടാങ്കിൾ പ്രത്യേകതകൾ നിങ്ങൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഒന്നാമത്തെ എന്താ? ഹാവ് 4 സൈഡ്. റെക്ടാങ്കിളിന് 4 സൈഡ് ഉണ്ട്, ശരിയാണ്. ഹാവ് 4 കോർണേഴ്സ്. റെക്ടാങ്കിളിന് 4 കോർണർ ഉണ്ട്, അതും ശരിയാണ്. അടുത്തത് നോക്കൂ, നാലാമത്തെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്, അതും ശരിയാണ്. മൂന്നാമത്തെ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. അപ്പൊ ഇതിൽ ഉത്തരം എന്താ? മൂന്നാമത്തെ. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഇതുപോലെ ക്രോസ് ചെയ്യുക. അടുത്തത് ഡി ചോദ്യം. ഹിയർ ഇസ് എ പിക്ചർ ഡ്രോൺ ബൈ വീണ. ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ there in it. ഇവിടെ വീണ വരച്ച ചിത്രമാണ്, റെക്ടാങ്കിൾസ് വെച്ച് വരച്ച ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇതിൽ എത്ര റെക്ടാങ്കിൾസ് ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് ഇവിടെ എഴുതുക, നമ്പർ ഓഫ് റെക്ടാങ്കിൾസിൽ. അടുത്തത് ആക്ടിവിറ്റി 2A come win a prize. Some instructions are placed on the other part of the exhibition counter. If you write the number as per the instructions, you will get a prize. അതായത് ഇവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതണം. ആ നമ്പർ എങ്ങനെയാണ് കിട്ടുക എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്പർ എഴുതുകയാണെങ്കിൽ പ്രൈസ് കിട്ടും. ഓക്കെ, ഇതാണ് അവിടെയുള്ള എക്സിബിഷനിൽ പറയുന്നത്. അപ്പൊ ഏ ചോദ്യം എന്താ? സീ ദ ഇൻസ്ട്രക്ഷൻസ് റിസീവ്ഡ് ബൈ മീര, ഫൈൻഡ് ദ നമ്പർ ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദ നമ്പർ സ്ട്രിപ്പ്. അപ്പൊ ഈ നമ്പർ സ്ട്രിപ്പിൽ എന്ത് ചെയ്യണം? എഴുതും കൂടെ വേണം കേട്ടോ. ഇവിടെ എന്താ? 300s, 8 10s, 5000s, 4 ones. അപ്പൊ എന്തെഴുതുക? എത്ര വൺസാ? 4 ones. അത് കഴിഞ്ഞ് അടുത്ത എത്ര ടെൻസ്? എത്ര ടെൻസ്? 8 tens. അപ്പൊ 8 എഴുതണു. ടെൻസിന് എത്ര പൂജ്യ? 1 ആണ് അല്ലേ? അപ്പൊ ഒരു 0 ഇടുക. അപ്പൊ 80. അതുപോലെ എത്ര 100 ആണ്? 300. അപ്പൊ 300ന് എത്ര 0യാ? 20. അപ്പൊ 300. എത്ര 1000ആ? 5000. അപ്പൊ 5 എഴുതണു. 30 ഇടുക. 30 കേട്ടോ. ഇനി ഈ കാണുന്ന നമ്പറിന് കാണുന്ന ഈ കോളത്തിൽ ഇവിടുത്തെ നമ്പർ എഴുതണം. 5384. ശരി, എത്രയും നമ്പർ? ഈ സൈഡിലുള്ള നമ്പറുകൾ മാത്രം നോക്കുക. 5 3 8 4. അത് എടുത്ത് എഴുതുക. 5 3 8 4 5384. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്യുക. ഇൻ കേസ് ഇപ്പോൾ 100 ഇല്ല, 10 ഇല്ല, അങ്ങനെ ഇല്ലെങ്കിൽ അവിടെ 0 ഇട്ട് കൊടുക്കണം കേട്ടോ. അടുത്തത് 4000s, 3 10s join to form. ഏത് നമ്പറാണ് ഇവിടെ എഴുതുക. അടുത്തത് the number with 2500, 8 10s and 4 ones. ലാസ്റ്റ് one less the small 4 digit number. എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് 4 ഡിജിറ്റ് നമ്പറിന് 1 മൈനസ് ചെയ്യുക, 1 കുറച്ചാൽ കിട്ടുന്ന നമ്പർ എത്രേ? അത് ബി ചോദ്യം. വിച്ച് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് 2160. 2160 കറക്റ്റ് ആൻസർ ഇതിൽ ഏതാണ്? 2000s and 6 tens, 2000s and 60 tens, 2000s and 16 tens,
2000s and 1600s. ഏതാണ് കറക്റ്റ് അത് ടിക്ക് ഇടാനാണ് പറയുന്നത്. അടുത്ത ചോദ്യം 2bയിൽ let's make numbers. See the number card Sandra got. സാന്ദ്രയ്ക്ക് കിട്ടിയ നമ്പർ കാർഡ് ആണ് കൊടുത്തിരിക്കുന്നത്. Which of the number strips given here will make the number on the card with Sandra? സാന്ദ്രയുടെ കയ്യിലുള്ള നമ്പറുമായിട്ട് നമ്പർ ആക്കാൻ നമുക്ക് ഏതൊക്കെ സ്ട്രിപ്സ് യൂസ് ചെയ്യണം എന്നാണ് ചോദ്യം. സാന്ദ്രയുടെ കയ്യിലുള്ള നമ്പർ ഏതാ? 6475. 6475 ആവണമെങ്കിൽ 6000 എടുക്കണം, 400 എടുക്കുക, അതുപോലെ 400 എടുക്കുക, 710 എന്ന് വെച്ചാൽ 70 എടുക്കണം, പിന്നെ ഏതെടുക്കണം? 51 എടുക്കുക അല്ലെ. അടുത്തത് അപ്പൊ അത് എന്ത് ചെയ്യണം? ഈ കാണുന്ന സ്ട്രിപ്പിൽ എഴുതണം കേട്ടോ, എഴുതണം ഇവിടേക്ക്. ബി ചോദ്യം write the largest 4-digit number that can be formed using the given number strips. ഇത് ഈ കാണുന്ന നമ്പർ സ്ട്രിപ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 4-digit നമ്പർ ഏതാണെന്ന് എഴുതണം. C. Take a bead from the thousands place on the abacus and place it on the tens place. Which is the number got you? ഈ കാണുന്ന അബാക്കസ് നിന്ന് 1000ന്റെ പ്ലേസിൽ നിന്ന് ഒരു മുത്തെടുത്തിട്ട് 10ൽ ഇടുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പറാണ് നിങ്ങൾക്ക് കിട്ടിയ ആ നമ്പർ എഴുതുക. And find the difference between the first number and the number you got now. ആദ്യത്തെ നമ്പർ എത്രയാ? നമ്മൾ മുത്തെടുക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള നമ്പർ എത്രയാ? 1000 ഉണ്ട്, 100 ഇല്ല, 10 ഇല്ല, 1 ഇല്ല, അപ്പൊ 4000. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന നമ്പറും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ആൻസർ കിട്ടും. ഡി ചോദ്യം which of the following is 5083? ഇതിൽ ഏതാണ് 5083 ഏതാണെന്നാണ്. 5083 ഏതാണെന്നാണ്, അത് ടിക്ക് ഇടുകയാണ് ചെയ്യേണ്ടത്. Activity 3. How many children are lined up to buy tickets for an exhibition? Meera's position is 13th from both the ends. അതായത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മീര 13th ആണെങ്കിൽ how many children are there in the line? അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര കുട്ടികൾ ആ ലൈനിലുണ്ട്? അതുപോലെ അടുത്ത ബി ചോദ്യം മിത്ര സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ ഗോട്ട് ദ ടിക്കറ്റ് ഓഫ് നമ്പർ ഓഫ് 2789. വാട്ട് വിൽ ബി ദ ടിക്കറ്റ് നമ്പർ ഓഫ് സാന്ദ്ര സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്? അങ്ങനെയാണെങ്കിൽ എന്താണ് മിത്രയുടെ എന്താ പറയുന്നത്? മിത്രയ്ക്ക് കിട്ടിയ മിത്ര ബിഗിനിങ്ങിലാണ്, ലൈൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള കുട്ടിയാണ് മിത്ര. മിത്രയുടെ നമ്പർ 2789 ആണെങ്കിൽ സാന്ദ്രയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. സി ചോദ്യം ടിക്കറ്റ് കോസ്റ്റ് ഈസ് 2500 rupees. ടിക്കറ്റിന്റെ വില 2500 രൂപയാണ്. They have 500 rupee note in hand. How many notes they should pay? അവരുടെ കയ്യിൽ 500 രൂപയുടെ നോട്ടാണ് ഉള്ളതെങ്കിൽ അവർ എത്ര രൂപയും കൂടെ കൊടുക്കണം? ഡി ചോദ്യം see the number cards Manu has. മനുവിന്റെ കയ്യിലുള്ള നമ്പർ കാർഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3468, 3648, 4368, 4863, 3864 നമ്പർ കാർഡ്സ് ആണ് ഉള്ളത്, മനുവിന്റെ കയ്യിലുള്ള നമ്പർ കാർഡ്സ്. ആൻഡ് ദീസ് ആർ ടു ബി അറേഞ്ച്ഡ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ബട്ട് പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വലുതിൽ നിന്നും, അതായത് ലാർജസ്റ്റിനും സ്മോളസ്റ്റ്, വലുതിൽ നിന്ന് ചെറുതുന്ന ഓർഡറിൽ എന്ത് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് ഏതാണോ അത് ടിക്ക് ഇടാനാണ് പറയുന്നത്. അടുത്ത ചോദ്യം ഈ ക്വസ്റ്റ്യൻ സീ ദ പിക്ചർ പാറ്റേൺ. ഈ പിക്ചർ പാറ്റേൺ കണ്ടില്ലേ? ഇനി അടുത്ത് വരുന്ന പിക്ചർ ഏതാന്നുള്ളത് ഈ ചിത്രം നോക്കിയിട്ട് കണ്ടെത്തിയിട്ട് ടിക്ക് ഇടുക. നാലാമത്തെ ആക്ടിവിറ്റി കാർ റേസ് ആണ്. മീര ആൻഡ് മിത്ര started playing car race on the computer. See the points they got. മീരയും മിത്രയും കൂടെ കാർ റേസ് കളിക്കുകയാണ്, കമ്പ്യൂട്ടറിൽ കാർ റേസ് കളിക്കുകയാണ്. അവർക്ക് കിട്ടിയ പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൗണ്ട് 1 മീരയ്ക്ക് 495ഉം റൗണ്ട് 2 1805ഉം മിത്രയ്ക്ക് റൗണ്ട് 1 515ഉം റൗണ്ട് 2 1685ഉം. എ ചോദ്യം how many points did each one get? രണ്ടാൾക്കും ആകെ കിട്ടിയ പോയിന്റ് ആണ് എഴുതേണ്ടത്. പോയിന്റ്സ് മീര ഗോട്ട് എന്ന് പറയും, മീരയ്ക്ക് കിട്ടിയ ടോട്ടൽ പോയിന്റ് 495 പ്ലസ് 1805 രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ട് ഉത്തരം എഴുതുക. പോയിന്റ്സ് മിത്ര ഗോട്ട്, അതുപോലെ മിത്രയ്ക്ക് കിട്ടിയ ടോട്ടൽ പോയിന്റ്സ് എഴുതുക. ബി ചോദ്യം ഹൂ ഗോട്ട് മോർ പോയിന്റ്സ്, ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ആളുടെ പേര് എഴുതുക. ഹൗ മച്ച് മോർ, എത്ര അധികം കിട്ടിയെന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന 2 പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഉത്തരം കിട്ടും. അടുത്തത് സി വിച്ച് ഇസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ പാറ്റേൺ ഫൈൻഡ് ഇറ്റ് ഫ്രം ദ ഗിവൺ നമ്പേഴ്സ്. ഇവിടെ വരുന്ന അടുത്ത സംഖ്യ ഏതാന്നുള്ളത് ഈ താഴെ കാണുന്ന നമ്പേഴ്സ് കണ്ടെത്തി എഴുതുക. 1000, 1200, 1450, 1750. അടുത്ത് വരുന്ന സംഖ്യ ഏതാന്നുള്ളത് ഇവിടെ എഴുതുക. Activity 5 A play equipment.
Meera, the sports club secretary, with teachers went to purchase sports equipments for the school. They had 5,500 rupees. മീരയും അതുപോലെ തന്നെ ടീച്ചേഴ്സും കൂടെ എന്ത് വാങ്ങാൻ പോയിരിക്കുകയാണ്? സ്പോർട്സ് എക്യുപ്മെന്റ്സ് വാങ്ങാൻ പോയി സ്കൂളിലേക്കായിട്ട്. മൊത്തം അവരുടെ കയ്യിലുള്ളത് 5,500 rupees ആണ്. അപ്പോൾ അവർ വാങ്ങാൻ പോയ സ്പോർട്സ് ഐറ്റംസിന്റെ പേരും വിലയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്രിക്കറ്റ് ബോളും ബാറ്റിനും കൂടെ 1,230, ക്യാരം ബോർഡ്സിന് 1,300 rupees, ഷട്ടിൽ ബാറ്റ് കോർക്ക് 970, ഹെൽമെറ്റ് 1,450, ജേഴ്സി 1,050, വോളിബോൾ നെറ്റ് 860, വോളിബോൾ 1,099. അവർക്ക് എന്ത് വേണം? നീഡ് ടു പർച്ചേസ് ക്രിക്കറ്റ് ബാറ്റ്, ബോൾ, ഷട്ടിൽ ബാറ്റ്, കോർക്ക് ആൻഡ് ക്യാരം ബോർഡ്. ഇതാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഐറ്റത്തിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെ വില ഇവിടെ കാണുന്ന നോക്കിയിട്ട് എഴുതുക, പ്രൈസ് എഴുതുക, ടോട്ടൽ ചെയ്യുക. ഈ മൂന്നും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടും. ഫൈൻഡ് ദ ബാലൻസ് എമൗണ്ട്. ബാലൻസ് കണ്ടെത്താൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്താൽ മതി. അതായത് അവരുടെ കയ്യിൽ ടോട്ടൽ ഉണ്ടായിരുന്നത് 5,500 rupees ആണ്. ഈ 5,500 ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ കിട്ടും. വാട്ട് ക്യാൻ ബി പർച്ചേസ്ഡ് മോർ? ഇനി ബാക്കിയുള്ള കാശ് കൊണ്ട് അവർക്ക് എന്തൊക്കെ വാങ്ങാൻ സാധിക്കും? അതിനെന്ത് ചെയ്യണം? അതിന്റെ ആ ഐറ്റത്തിന്റെ പേരും എമൗണ്ടും എഴുതുക. ഇവിടെ കിട്ടുന്ന ഉത്തരം നോക്കുക. ഈ എമൗണ്ടിന് ഇവർക്ക് ബാക്കി എന്തൊക്കെ വാങ്ങാൻ സാധിക്കും? ആ ഐറ്റത്തിന്റെ പേരും വിലയാണ് എഴുതേണ്ടത്. 5B, activity 5B, Onam. Bhagya with her parents went to buy dress for Onam. They had 7,000 rupees. ഭാഗ്യയും പാരൻസും കൂടെ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയി. അവരുടെ കയ്യിൽ ടോട്ടൽ ഉള്ളത് 7,000 rupees ആണ്. അവിടുത്തെ പ്രൈസ് ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഷർട്ടിന് 900 rupees, പാൻസ് 1,050 rupees, ലാച്ച 1,550 rupees, ചുരിദാർ 1,240 rupees, സാരി 2,100 rupees, ടീ-ഷർട്ട് 950 rupees. A ചോദ്യം, see the dress bought for Bhagya and her brother. What is the total price? ഭാഗ്യയ്ക്കും ബ്രദറിനും വാങ്ങിയ ഡ്രസ്സാണ്, ഷർട്ടും പാൻസും ലാച്ചും. അപ്പോൾ ടോട്ടൽ കണ്ടെത്തുക. ഫൈൻഡ് ദ റിമൈനിങ് എമൗണ്ട്. റിമൈനിങ് എമൗണ്ട്, ബാലൻസ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മൈനസ് ആണ് ചെയ്യേണ്ടത്. ടോട്ടലിൽ നിന്നും ഇത് മൈനസ് ചെയ്യുക. അതായത് ടോട്ടൽ 7,000 ഇപ്പോൾ കിട്ടിയ ടോട്ടൽ മൈനസ് ചെയ്യുക. They want to buy t-shirt for father and sari for mother. അവർക്ക് ഇനി എന്തും കൂടെ വാങ്ങണം? അച്ഛന് വേണ്ടി ടീഷർട്ടും അമ്മയ്ക്ക് വേണ്ടി സാരിയും വാങ്ങണം. Will the balance money is sufficient? ആ ബാലൻസ് കിട്ടിയുള്ള എമൗണ്ട് കൊണ്ട് അത് വാങ്ങാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ സഫിഷ്യന്റ് ടിക്ക് ഇടുക. എന്നിട്ട് ഐറ്റത്തിന്റെ പേരും പ്രൈസും എഴുതുക. ഇൻസഫിഷ്യന്റ് വെച്ചാൽ പറ്റില്ല, തികയില്ല, അങ്ങനെയാണെങ്കിൽ ഇൻസഫിഷ്യന്റ് ടിക്ക് ഇടുക. അപ്പൊ നമ്മുടെ ഓൺ എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. 5 ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ 5 ആക്ടിവിറ്റീസും അതിന്റെ ഭാഗവും ഓർ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്